നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനിക്ക് നടൻ ദിലീപ് കൊട്ടേഷൻ നൽകിയതിന് തെളിവില്ലെന്ന് കോടതി. താരസംഘടന അമ്മയുടെ ഷോയ്ക്കിടയിൽ പൾസർ സുനിക്ക് 1.5 കോടിയുടെ കൊട്ടേഷൻ നൽകിയെന്ന് തെളിയിക്കാൻ രേഖകളില്ലെന്നാണ് കോടതി പറഞ്ഞത്. 410-ാം റൂമിൽ ദിലീപും സുനിയും ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു കണ്ടെത്തൽ. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വളരെ നീണ്ട ആ ഉത്തരവിന്റെ പകർപ്പിലെ വിശദാംശങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അന്വേഷണ സംഘത്തിന്റെ പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകളെ വാദങ്ങളെ ഒക്കെ തള്ളുകയാണ് കോടതി. ഗോകുല, പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ഓരോ തെളിവുകളിലും അല്ലെങ്കിൽ ഓരോ കണ്ടെത്തലുകളും എവിടെയാണ് പരാജയപ്പെട്ടതെന്ന് കോടതി അക്കമിട്ട് നിരത്തുകയാണ്. ഈ കേസിന്റെ അടിസ്ഥാനം തന്നെ അബാദ് പ്ലാസയിൽ നടന്ന അമ്മ റിഹേഴ്സൽ ഷോക്കിടയിൽ വെച്ച് 410-ാം നമ്പർ മുറിയിൽ ദിലീപും പൾസർ സുനിയും തമ്മിൽ കൊട്ടേഷൻ നടത്തി 1.5 കോടിയുടെ കൊട്ടേഷൻ പറഞ്ഞുറപ്പിച്ചത് ഈ മുറിയിൽ വെച്ചായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പക്ഷേ അത് കേവലം കണ്ടെത്തൽ മാത്രമാണ്. അത് സാധൂകരിക്കുന്നത് ഒരു തെളിവുകളും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്ന കോടതി പറയുകയാണ്. PW 120 അയാളുടെ മൊഴി മാത്രമാണ് ഈ സുനി അവിടെ എത്തിയെന്നുള്ളതിന് ഒരു അടിസ്ഥാനമായി ഉള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് സുനിയും ദിലീപും തമ്മിൽ കൊട്ടേഷൻ കാര്യങ്ങൾ ആലോചിച്ചു, ഗൂഢാലോചന നടത്തിയെന്ന് തെളിവുകളില്ല. ദിലീപ് സുനിയെ വിളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഫോൺ റെക്കോർഡില്ല. ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയമാണ് നടത്തിയതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന മറ്റ് സിനിമാക്കാരുടെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുകേഷ്, ഇടവേള ബാബു, സിദ്ദിഖ്, ഒപ്പം മറ്റ് അഭിനേതാക്കളുടെ ഒക്കെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. അവരാരും തന്നെ സുനിയുടെ ഒരു സാന്നിധ്യത്തെ കുറിച്ച് പറയുന്നില്ല. എന്തിനേറെ പറയുന്നു, PW1 ഈ ആക്രമിക്കപ്പെട്ട നടി പോലും ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നപ്പോൾ സുനിയുടെ സാന്നിധ്യത്തെ കുറിച്ച് മൊഴിയിൽ പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെയാണ് അവിടെ വെച്ച് ആസൂത്രണം ചെയ്തൊരു കൊട്ടേഷനാണ് എന്ന് പറയാനാകുക എന്ന് കോടതി ചോദിക്കുകയാണ്. ഗൂഗിൾ. ശരി വിഷ്ണു, ഏതായാലും ഡിജിറ്റൽ തെളിവുകളടക്കം പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും ഹാജരാക്കിയത് അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെല്ലാം നിഗമനങ്ങൾ മാത്രമാണ്. അതിന് സാധൂകരിക്കുന്ന തെളിവുകളില്ല, അതിനെ ഫുൾ പ്രൂഫായി തെളിയിക്കാനായിട്ടില്ല എന്നതാണ് കോടതിയുടെ വിധി. അല്ലെങ്കിൽ ആ ഉത്തരവിലെ ഓരോ വരികളും ഓരോ ഖണ്ഡികയും വായിക്കുമ്പോൾ അങ്ങനെ പ്രോസിക്യൂഷൻ വാദങ്ങളെ അല്ലെങ്കിൽ കണ്ടെത്തലുകളെ എല്ലാം തള്ളിക്കളയുകയാണ് കോടതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.